ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇവിടെ എത്തുന്നു. എന്നാൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അറിയൂ, ഈ മനോഹരമായ കൊട്ടാരത്തിന് താഴെ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന 22 മുറികളുണ്ട്. എന്തുകൊണ്ടാണ് അവ തുറക്കാത്തത്? അവയ്ക്കുള്ളിൽ എന്താണ്? വെറും ഒഴിഞ്ഞ മുറികളോ അതോ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും രഹസ്യമോ? ഇന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതകളും പ്രചരിക്കുന്ന അവകാശങ്ങളും വേർതിരിച്ചുകൊണ്ട് ഈ ദുരൂഹത പരിശോധിക്കാം. 1632 മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചു. 22 വർഷത്തോളം ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ സ്മാരകം നിർമ്മിച്ചു. ഇന്ന് ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ്. പക്ഷേ താഴത്തെ നിലയിലെ ചില മുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നിട്ടില്ല. ഈ മുറികളെക്കുറിച്ച് വർഷങ്ങളായി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു അവിടെ പുരാതന നിധികളാണെന്ന്, മറ്റു ചിലർ അവിടെ മറ്റൊരു പഴയ നിർമ്മിതിയുടെ തെളിവുകളുണ്ടെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഇതിന് വിശ്വസനീയമായ പുരാവസ്തു തെളിവുകൾ പൊതുവായി ലഭ്യമല്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ മുറികൾ നിർമ്മാണപരമായ ആവശ്യങ്ങൾക്കും ഈർപ്പം നിയന്ത്രിക്കാനുമുള്ള ഭാഗങ്ങളായിരിക്കാം. പുരാവസ്തു വകുപ്പ് പറയുന്നത് ചില ഭാഗങ്ങൾ സംരക്ഷണ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് തുറക്കാറില്ല. പഴയ കെട്ടിടങ്ങളുടെ ഘടന സംരക്ഷിക്കുന്നതിലും സുരക്ഷയ്ക്കുമായി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പല ചരിത്ര സ്മാരകങ്ങളിലും സാധാരണമാണ്. എന്നാൽ വ്യക്തമായ വിവരങ്ങളുടെ അഭാവം പല അഭ്യൂഹങ്ങൾക്കും വഴിവെട്ടിട്ടുണ്ട്. ഒരു സ്മാരകം, 22 അടച്ചിട്ട മുറികൾ, അനവധി ചോദ്യങ്ങൾ. ഈ മുറികളിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് പൊതുവായി സ്ഥിരീകരിച്ച വിവരമില്ല. അതിനാൽ അഭ്യൂഹങ്ങളെയും വസ്തുതകളെയും വേർതിരിച്ചാണ് ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത്. രാത്രി കൃത്യം 2 മണി, മുംബൈ നഗരം ഉറങ്ങാതെ കിടക്കുന്ന സമയം. പക്ഷേ താജ് ഹോട്ടലിന്റെ ഒരു ഭാഗം അപ്പോഴും അസ്വാഭാവികമായ നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഹോട്ടലിലെ പഴയ ജീവനക്കാരെക്കുറിച്ച് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ചില കഥകളുണ്ട്. അവരുടെ വാക്കുകൾ പ്രകാരം ഒരു പ്രത്യേക ഇടനാഴിയിലൂടെ രാത്രി ഒറ്റയ്ക്ക് പോകാൻ പലർക്കും ഭയമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ചിലർ പറയുന്നു ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിൽ നിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുവെന്ന്. മറ്റു ചിലർ പറയുന്നു ആരുമില്ലാത്ത മുറികളിൽ ലൈറ്റുകൾ തെളിഞ്ഞും അണഞ്ഞും കാണാറുണ്ടെന്നാണ്. എന്നാൽ ഇതെല്ലാം ഔദ്യോഗികമായി ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു പ്രചാരത്തിലുള്ള കഥ. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന മറ്റൊരു കഥയുണ്ട്. ഹോട്ടലിന്റെ നിർമ്മാണകാലത്ത് കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്ട് അവധിക്ക് പോയെന്നും തിരികെ വന്നപ്പോൾ തന്റെ ഡിസൈൻ അനുസരിച്ചല്ല കെട്ടിടം നിർമ്മിച്ചതെന്നും കണ്ടുവെന്നും അതിൽ കടുത്ത നിരാശനായ അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തുവെന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും ഹോട്ടലിൽ അലഞ്ഞു നടക്കുന്നുവെന്നാണ് കഥ. ഈ കഥയും ജനപ്രിയമാണെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന വിശ്വസനീയമായ ചരിത്രരേഖകളോ ഔദ്യോഗിക തെളിവുകളോ ലഭ്യമല്ല. 2008 മുംബൈ ആക്രമണത്തിന് ശേഷം 2008 നവംബർ 26 ലോകം നടുങ്ങിയ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു അത്. താജ് ഹോട്ടലും ആക്രമിക്കപ്പെട്ടു. നിരവധി ജീവനക്കാരും അതിഥികളും ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ഹോട്ടലിൽ അസ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടായതായി ചില വ്യക്തിപരമായ അവകാശങ്ങൾ സോഷ്യൽ മീഡിയയിലും ഫോറങ്ങളിലുമായി പ്രചരിച്ചു. പക്ഷേ അവയും വ്യക്തിഗത അനുഭവ വിവരണങ്ങൾ മാത്രമേയുള്ളൂ, ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല. സത്യത്തിലേക്ക് ഇപ്പോൾ ഒരു ചോദ്യം. ശരിക്കും താജ് ഹോട്ടലിൽ 22 മുറികൾ സ്ഥിരമായി അടച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മുറികളിൽ എന്തായിരിക്കാം? കമന്റിൽ എഴുതൂ. ഇത്തരത്തിലുള്ള ചരിത്ര രഹസ്യങ്ങളും സസ്പെൻസ് നിറഞ്ഞ യഥാർത്ഥ കഥകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.